നമസ്കാരം. പ്രദീപ് ശങ്കർ. ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പ്രതിച്ഛായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഡ്രാമാറ്റിക് സിനിമയാണ്. ചന്ദ്രു സെൽവരാജാണ് ചിത്രത്തിന്റെ ദൃശ്യഭാഷ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനോജ് എഡിറ്റിംഗും ജസ്റ്റിൻ വർഗീസ് സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. ഈ ചിത്രം പ്രധാനമായും 2016 കാലഘട്ടത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു ഫിക്ഷണൽ രാഷ്ട്രീയ കഥയാണ്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തന്നെ നടന്ന ചില വിവാദങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും പശ്ചാത്തലമാക്കി കഥ നീങ്ങുന്നു. പ്രത്യേകിച്ച് ബാർക്കോഴ കേസും സരിത കേസ് പോലെയുള്ള സംഭവങ്ങളും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനിമ പൂർണ്ണമായും യഥാർത്ഥ സംഭവങ്ങളെ പകർത്തുന്നതല്ല, മറിച്ച് അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു ഫിക്ഷൻ അവതരണമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ ഡ്രാമാറ്റിക് എലമെന്റുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തല അവതരണവും ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പണമായാലും ശരി, ആൾക്കൂട്ടമായാലും ശരി, അത് കൃത്യമായി ബി ഉണ്ണികൃഷ്ണൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാലഘട്ടത്തിൻ്റെ മോഡ് നല്ല രീതിയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ ഗോപാലൻ നിർമ്മാണത്തിലുള്ളത് കൊണ്ട് തന്നെ പണത്തിന് പഞ്ഞമില്ലാത്ത അതിൻ്റെ ആ ഒരു റിച്ച്നെസ് എല്ലാ സീനിലും കാണിക്കുന്നുണ്ട്. സംഗീതവും പശ്ചാത്തല സംഗീതവും വളരെ അനുയോജ്യമായ രീതിയിലല്ല ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. കാരണം സ്കോർ കൊണ്ട് പല സ്ഥലത്തും നമ്മളെ വല്ലാതെ വെറുപ്പിക്കുന്ന രീതിയിൽ തന്നെ ജസ്റ്റിൻ വർഗീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഷർഫുദ്ദീൻ വരുന്ന സമയത്തൊക്കെയുള്ള സ്കോറിംഗ് ഒക്കെ നമുക്ക് ചെവിടെ അടിച്ചു പോകുന്ന രീതിയിലുള്ള സ്കോറാണ് വന്നിട്ടുള്ളത്. പിന്നെ പലയിടത്തും ഈ സംഗീതം കൊണ്ട് നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒറിജിനൽ സ്കോർ പോയിട്ടുള്ളത്. പിന്നെ കഥയുടെ ഗാഢത പല സ്ഥലത്തും കുറയുന്ന ഭാഗങ്ങളുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. ബാലചന്ദ്ര മേനോനൊക്കെ ഇപ്പോൾ പഴയ പോലെ ആ വേഷം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ ബോഡി ലാംഗ്വേജൊക്കെ വളരെ മോശമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അഭിനയത്തിലൊക്കെ വളരെയധികം ബാലേന്ദ്ര മേനോന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണത ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇന്നുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെ പ്രകടമാകുന്ന രീതിയിലാണ് ആ സീനുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹരിശ്രീ അശോകൻ, സായി കുമാർ, അങ്ങനെ മറ്റുള്ളവരെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ എൻട്രി എല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ചില സമയത്തുള്ള സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പ്രതിച്ഛായ ഒരു പൂർണ്ണ രാഷ്ട്രീയ സിനിമ എന്നതിലുപരി ഒരു മസാല മിശ്രിതമുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അത്ര ആഴമുള്ള സിനിമ അല്ലെങ്കിലും ഒരിക്കൽ കണ്ടിരിക്കാവുന്ന ചിത്രം എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഒരു സീനിൽ പോലും നമുക്ക് അത് ബോറടിക്കുന്നൊന്നുമില്ല, കണ്ടിരിക്കാം. പക്ഷേ ഇതിലെ എഡിറ്റർ മനോജ് വളരെ ഒരു സ്ലോ പേസിലും പഴയ കാലഘട്ടത്തിലെ സിനിമ അവർക്ക് ഷാജി കലസിൻ്റെ ഒക്കെ പഴയ രീതിയിലുള്ള ആ ഒരു എഡിറ്റിംഗ് ആണ്. ഇപ്പോൾ ചമൻ ചാക്കൊക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പെർഫോമൻസ് പരമായിട്ടും ഒക്കെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ അല്ല ഇതിൽ കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ പഴയ കാലഘട്ടത്തെ പല സംഭവങ്ങളിലും നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. അതുപോലെ ക്യാമറ കൈകാര്യം ചെയ്തതും വളരെയധികം ഒരു പഴയ രീതിയിലാണ്. ഇന്നത്തെ കാലത്ത് ആ എനർജി പല സ്ഥലത്തും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഇതിൽ അഭിനയിച്ചവരെ പറയുകയാണെങ്കിൽ തന്നെ വളരെ പെർഫെക്ഷനായിട്ട് ബാക്കി ഒരുവിധത്തിലുള്ള താരങ്ങളെല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നിവിൻ പോളിക്ക് ആ ഒരു പവറും എനർജിയും കുറവായിട്ടാണ് എനിക്ക് ഈ സിനിമയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. കുറച്ചുകൂടി അദ്ദേഹത്തിന് സീനുകൾ ഒന്നുകൂടി എനർജിയും പവറും ആ ഓറയും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. കാരണം നിവിൻ പോളി അത്തരം കഴിവുള്ള നടൻ തന്നെയാണ്. അത് ഇതിനു മുമ്പ് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ വരുമ്പോൾ വളരെ ചില സ്ഥലത്തെങ്കിലും അദ്ദേഹം അത് കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്. പിന്നെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ തന്നെ പല സ്ഥലത്തും ഉമ്മൻചാണ്ടിയെ മോശമാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അഴിമതി രഹിതനായ ഒരു മുഖ്യമന്ത്രി എന്ന ഒരു നിലപാട് കേരളത്തിലെ മിക്ക ജനങ്ങൾക്കും ഉള്ള ഒരു നേതാവായിട്ടാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു തരത്തിലുമുള്ള അഴിമതി നടത്തുന്ന ആൾ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത് അഴിമതി ഒരു കലയാണ്,
അത് ആ കലയോടുള്ള ആത്മാർത്ഥതയോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊക്കെയുള്ള സംഭാഷണ രീതികളൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ ഇതിൽ വ്യക്തിപരമായി പറയുന്നില്ലെങ്കിൽ പോലും ആ പല കാര്യങ്ങളും അത് സംബന്ധമായിട്ട് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്റർവെല്ലിന് ശേഷം നിവിൻ പോളിയാണ് കഥ മുന്നോട്ട് നയിക്കുന്നത്. കാരണം ബാലചന്ദ്ര മേനോൻ ഇന്റർവെല്ലിന് മുമ്പേ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വരുന്ന കഥ നിവിൻ പോളിയെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമയെക്കുറിച്ച് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 5-ൽ 3 മാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് അതാണ്. പക്ഷെ നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അങ്ങനെ നമുക്ക് ബോറടിക്കൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ഒരു ഇച്ഛാഭംഗം തോന്നുന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ നല്ലൊരു സിനിമയായിട്ട് ഇത് മാറുമായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. സൈനിങ് ഓഫ്, പ്രദീപ് ശങ്കർ.